ആരെങ്കിലും ഇങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുണ്ടോ? ഈ ഇല്ലുമിനാറ്റി, ന്യൂ വേൾഡ് ഓർഡർ, ഡീപ്പ് സ്റ്റേറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ ഒരു ഇരുട്ട് റൂമിൽ കുറച്ച് പേര് ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നിരുന്ന ഇന്ന് ആരെ കൊല്ലാം, ഇന്ന് എന്ത് ചെയ്യാം എന്നൊക്കെ കുറച്ച് വയസ്സന്മാർ ഒരു റൂമിലിരുന്ന് തീരുമാനിക്കുക, അങ്ങനെ ആരെങ്കിലും വിചാരിച്ചു വെച്ചിട്ടുണ്ടോ? ഇത് ഇവർ ഭയങ്കര സീക്രട്ടായിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്, ഇവരുടെ ഐഡൻറ്റിറ്റി ഒന്നും ആർക്കും അറിയില്ല, അങ്ങനെ ആരെങ്കിലും വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. എപ്പോഴും ഉള്ളതാണ്. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും പറയുമ്പോൾ അത് ഡീപ്പ് സ്റ്റേറ്റ് ആണ്, ഇത് ഡീപ്പ് സ്റ്റേറ്റ് ആണ്, ഇതൊക്കെ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ കളികളാണ്. പക്ഷേ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ പറയില്ല, അത് ഈ റോഡ് ചൈൽഡ് ആണെന്ന് തോന്നുന്നു, അത് ഇവരായിരിക്കും, മേസൺ അങ്ങനത്തെ ടീംസ് ആയിരിക്കും എന്നൊക്കെ വെറുതെ ചുമ്മാ ഇങ്ങനെ പറയല്ലാണ്ട് ഇന്ന ആളാണ് ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് ഒരാളും പറഞ്ഞായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇവരാണ് നമ്മുടെ കൺമുന്നിൽ നമ്മളൊക്കെ കളിയാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തോടാ എന്ന് പറഞ്ഞ് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ഈ ബില്യണേഴ്സ് ഇല്ലേ, അവരാണ് ആക്ച്വലി ഡീപ്പ് സ്റ്റേറ്റ്. അവർ പോഡ്കാസ്റ്റിൽ വരും, അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, അവർ PR ടീമിനെ ഉപയോഗിച്ച് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി പല പരിപാടികളും ചെയ്യും. അവരാണ് നമ്മുടെ കൺമുന്നിലുണ്ട് ഇവരൊക്കെ. പക്ഷെ നമ്മൾ അവരിനൊന്നും കാണില്ല. നമ്മൾ വിചാരിക്കുക ഇവർ എവിടെയോ ഏതോ കാടിൻ്റെ ഉള്ളിലിരുന്ന് ഇതൊക്കെ പ്ലാൻ ചെയ്യാണെന്ന്. ഒന്നുമല്ല. നിങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ നടന്നുകൊണ്ടിരുന്ന ഈ ലോസ് ആഞ്ചലസിലെ റയറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, LA റയറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ മാത്രമല്ല, അമേരിക്കയുടെ പല സിറ്റികളിലായിട്ട് ഇപ്പോൾ ഭയങ്കര അടിപിടി റയറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിലിറ്ററിനെ വരെ ഇറക്കിയിട്ടുണ്ട് ട്രംപ് അണ്ണൻ മിലിറ്ററിനെ ഇറക്കി എല്ലാവരും തൂക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമിഗ്രേഷൻ എതിരെ ഈ ഇല്ലീഗലായിട്ട് ഒരുപാട് ആൾക്കാർ അമേരിക്കയിലുണ്ടല്ലോ, ഈ മെക്സിക്കൻസൊക്കെ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോകാൻ പറഞ്ഞ് അവരിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ബോർഡർ കടത്തിവിടാൻ ഉള്ളൊരു പരിപാടിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെതിരെ അവിടുത്തെ ജനങ്ങളും ആ ഇല്ലീഗൽസ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും കൂടെ റൈറ്റ് നടത്തുന്നതും അതിനെതിരെ പ്രതിഷേധിക്കുന്നതൊക്കെയാണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത്. പക്ഷേ അത് ഒരു കംപ്ലീറ്റ് കവറപ്പാണ്. നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് ഡിസ്ട്രാക്ട് ചെയ്തിട്ട്, നമ്മളെ ഫുള്ള് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് അവർ അവിടെ ചെയ്യുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത് ഇന്ന് അവിടെ ആണെങ്കിൽ നാളെ ഇത് ഇവിടെയും, പിന്നെ മറ്റന്നാൾ എല്ലാവിടെയും ആയിരിക്കും. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇപ്പം ഈ ഒരു ടോപ്പിക് തന്നെ. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഒരു കമ്പനിയെ കുറിച്ചാണ്. ഒരു ഇത്രയും ഈവിളായിട്ടുള്ളൊരു കമ്പനി ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. അമ്മാതിരി പരിപാടികളാണ് ഇവർ ചെയ്യുന്നത്. ഈ കമ്പനിയുടെ പേര് പാലന്റിയർ എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇവർ വർക്ക് ചെയ്യുന്നത് ഓഫ് കോഴ്സ് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ എന്താണ് ഈ കമ്പനി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അറിയില്ല. ഈ പാലന്റിയറിൻ്റെ ഈ പരിപാടി എന്താ, ഇവരോട് തന്നെ ഇതിൻ്റെ സിഇഒനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരെന്തൊക്കെയോ കാര്യങ്ങളാണ്, ഒരു ബന്ധമില്ലാത്ത ഇത് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കമ്പനി ചെയ്യുന്നത്, എന്താണ് സംഭവം, എന്താ ഇപ്പോൾ ഇത്ര പ്രശ്നം, LA റയറ്റ്സും എന്തിനാണ് ഇപ്പോൾ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് അവരെന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഏത് കമ്പനി എടുത്താലും ആരാണ് ഇതിൻ്റെ ഫൗണ്ടർ, ആരാണ് ഇതിൻ്റെ ഓണേഴ്സ്, പാലന്റിയറിൻ്റെ ഓണേഴ്സ് ആരൊക്കെയാണ്. പാലന്റിയറിൻ്റെ ഓണേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേപ്പാൽ മാഫിയ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. പേപ്പാൽ മാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവരെ കുറിച്ച് ചെയ്യാൻ വേണമെങ്കിൽ ഒരു വീഡിയോ, ഒരു മണിക്കൂറിൻ്റെ വീഡിയോൻ്റെ കണ്ടൻറ് ഉണ്ട് അവരെ കുറിച്ച് ചെയ്യാൻ. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പേപ്പാൽ അറിയാമല്ലോ, ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഏതൊരാൾക്കും എവിടേക്ക് വേണമെങ്കിലും പൈസ അയക്കാം. പേപ്പാൽ ID, ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ എവിടേക്ക് വേണമെങ്കിൽ പൈസ അയക്കുന്ന ഒരു സംഭവമാണ്. ഇത് പണ്ട് തന്നെ ഇറങ്ങിയ ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഴ്സിൽ കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ഫൗണ്ടേഴ്സും അന്ന് അതിൽ വർക്ക് ചെയ്ത എൻജിനീയേഴ്സും കൂടെ ഇന്ന് നമ്മുടെ നടക്കുന്ന ഈ ഒരു ടെക്നോളജിക്കൽ വേൾഡ് ഉണ്ടല്ലോ, ആ ഒരു വേൾഡിലേക്ക് ഇവരുടെ കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പറഞ്ഞുതരാം. അന്ന് പേപ്പാൽ വർക്ക് ചെയ്ത അതിൻ്റെ ഫൗണ്ടറും അതിൽ വർക്ക് ചെയ്ത എൻജിനീയേഴ്സൊക്കെ കൂടി തുടങ്ങിയ കമ്പനികളാണ് യൂട്യൂബ്, ലിങ്ക്ഡിൻ, പിന്നെ ഇലോൺ മസ്കിൻ്റെ എല്ലാ സാധനങ്ങളും. ഇലോൺ മസ്കും ഉണ്ട് പേപ്പാൽ മാഫിയയിൽ. ടെസ്ല പുള്ളി തുടങ്ങിയതൊന്നല്ല, പക്ഷെ എന്നാലും പുള്ളിയാണല്ലോ അതിൻ്റെ ഫേസ്. സ്പേസ് എക്സ്, അതുപോലെ ന്യൂറാലിങ്ക്, പിന്നെ ഇനി അങ്ങനെ പറഞ്ഞു പോയതിന് ഒരുപാട് കമ്പനികളുണ്ട്. ഇവരെല്ലാം അന്ന് അവിടെ പേപ്പാൽ മാഫിയയിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അന്നത്തെ ഒരു ഡോൺ ഉണ്ട്, പേപ്പാൽ മാഫിയയുടെ ഹെഡ്. ഇവർ ഡോൺ എന്നൊക്കെയാണ് വിളിക്കുന്നത്, പക്ഷേ ഒരു ഹെഡ് ഉണ്ട്. ആ ഹെഡാണ് ഈ പാലന്റിയറിൻ്റെ മെയിൻ ഫൗണ്ടർ.
ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുപോലെ പാലന്റിയറിൽ ഇൻവെസ്റ്റ് ചെയ്ത പല ആൾക്കാരും അന്ന് പേപ്പൽ മാഫിയയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. സോ ഓണേഴ്സ് മനസ്സിലായല്ലോ. അപ്പോൾ ആരാണ് ഈ ഡോൺ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പീറ്റർ തീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പുള്ളിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ലേറ്റർ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ പാലന്റിയർ എന്ത് ടൈപ്പ് കമ്പനിയാണ്, എന്താണ് ഇവർ ഉണ്ടാക്കുന്നത്, എന്താ ഇപ്പോൾ ഇത്ര പേടിക്കാനിപ്പോൾ എന്താ സംഭവം, എന്ത് കോപ്പാണ് ഇതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഈ പാലന്റിയറിൻ്റെ പേരിൻ്റെ പിന്നിൽ, ഇതെന്താ ഇങ്ങനെ ഒരു പേര് പാലന്റിയർ? അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്തിന് ഇങ്ങനെ ഒരു പേരിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് അവർ നമ്മുടെ ഫേസിൽ വന്നിട്ട് നീ കാണ്, ഇത് ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ്, നീ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമെന്ന് വെല്ലുവിളിക്കില്ലേ, അമ്മാതിരി കാര്യമാണ് പേരിൽ തന്നെ. ലോർഡ് ഓഫ് ദി റിങ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിൽ സോറോ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ വില്ലൻ ഉണ്ട്. അപ്പോൾ പുള്ളി ഒരു ഓർബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾ സീയിങ് ഐ എന്നാണ്, ഓൾ സീയിങ് ഐ സ്റ്റോൺ എന്നാണ് അതിൻ്റെ പേര്. അതായത് ഒരു കണ്ണാണ്, അതെല്ലാം കാണാൻ പറ്റും. ഈ സോറോൻ അത് ഉപയോഗിക്കുന്നത് പുള്ളിയുടെ ശത്രുക്കൾക്ക് അവിടെ പോയി സ്പൈ ചെയ്യാനാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പേരെ ഇട്ടിരിക്കുന്നത് പാലന്റിയർ എന്ന്. അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡാറ്റ അനലിറ്റിക്സ് ആണ് ഇവർ ചെയ്യുന്നത്. ഡാറ്റ അനലിറ്റിക്സ് വെറുതെ ഉള്ളതല്ല, പാറ്റേൺ കണ്ടുപിടിക്കുക. അതായത് മാസീവ് ഡാറ്റ ഇവർ അക്യൂർ ചെയ്യും. അതിപ്പോൾ എവിടെ നിന്നാണ് കിട്ടുക? ഓഫ് കോഴ്സ് ഗവൺമെൻറ്റിൻ്റെ നിന്ന് തന്നെ കിട്ടുക. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കുറേ ഡാറ്റ അവരെടുക്കും, അല്ലെങ്കിൽ വേറൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എന്താണെങ്കിലും കുറേ ഡാറ്റ അവരെടുത്തിട്ട് അതിൽ നിന്ന് പാറ്റേൺസ് കണ്ടുപിടിക്കുക. പാറ്റേൺസ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിൻ്റെ കുറേ ഡാറ്റ, അവിടെ വണ്ടി പോയത് വന്നത്, ഇപ്പോൾ എത്ര പേരും അവിടെ എത്തി, അങ്ങനെ കുറേ ഡാറ്റ കിട്ടുമല്ലോ. ഇഷ്ടം ഡാറ്റ കിട്ടാനാണ് പണി. അപ്പോൾ ഇത് മൊത്തം ഇവർ അനലൈസ് ചെയ്യും. എന്നിട്ട് ഇവർ പ്രെഡിക്റ്റ് ചെയ്യും. പാറ്റേൺ പഠിച്ചിട്ട് അവർ പ്രെഡിക്റ്റ് ചെയ്യും. AI യൂസ് ചെയ്തിട്ടാണ് ഇത് ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ ഇവരൊരു സ്പെഷ്യലൈസ്ഡ് ഒരു AI ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കളി മുഴുവൻ പ്രഡിക്ഷനാണ്. മൈനോറിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, സ്റ്റീഫൻ സ്പിൽബർഗ് എടുത്തൊരു സിനിമയാണ്. അത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. സെയിം കോൺസെപ്റ്റാണ് അതിൽ പറയുന്നത്. ഒരു കുറ്റം നടക്കുന്നതിന് മുന്നേ, ഒരു കുറ്റം നടന്നിട്ടില്ല, നടക്കുന്നതിന് മുന്നേ നമ്മളത് പോയി സ്റ്റോപ്പ് ചെയ്യണ ഒരു പോലീസാണ്, ഫ്യൂച്ചറിലുള്ള ഒരു പോലീസാണ് ഈ മൈനോറിറ്റി റിപ്പോർട്ട് സിനിമയിലുള്ളത്. ബേസിക്കലി ഈ സെയിം സംഭവമാണ് ഇവരിവിടെ ചെയ്യാൻ പോകുന്നതല്ല കേട്ടോ, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോതം എന്നും ഫൗണ്ടറി എന്നും പറഞ്ഞിട്ട് ഇവരുടെ ഇപ്പോൾ US ഗവൺമെൻറ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഇവരുടെ സോഫ്റ്റ്വെയറുകളുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ. ഇതൊന്നും ഒളിച്ചും പാത്തും ചെയ്യുന്ന കാര്യമല്ല, ഇവർ എല്ലാ ഡീറ്റെയിൽസും ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. ഒരാൾ എന്തൊക്കെ ചെയ്തോ, എന്തൊക്കെ അയാൾ ഡാറ്റ നമ്മൾ ഷെയർ ചെയ്തോ, ഇപ്പോൾ നമ്മുടെ മൊബൈലിലൂടെയും നമ്മുടെ ലാപ്ടോപ്പിലൂടെയും നമ്മളെ ഇൻ്റർനെറ്റിലൂടെയും നമ്മൾ ഷെയർ ചെയ്തോ, അതെല്ലാം ഇവർ അനലൈസ് ചെയ്ത് നമ്മളിനി എന്താണ് ചെയ്യാൻ പോകുന്നത്, നീ നാളെ എന്ത് ചെയ്യും, നീ നാളെ എന്ത് ചിന്തിക്കുമെന്ന് അവർ കണ്ടുപിടിച്ച് ഗവൺമെൻറ്റിന് കൊടുക്കും. അതിന് അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർ ഉണ്ട്, AI ഉണ്ട്. AIനെ ഫുൾ AGIയൊക്കെ അവർക്ക് ഓൾറെഡി ചിലപ്പോൾ ഉണ്ടാവും, അവർ പുറത്ത് വിടാണ്ടായിരിക്കും. അങ്ങനത്തെ ഐറ്റംസ് അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇത്രയും വലിയൊരു കമ്പനി ഇപ്പോൾ ആയത്. ഇവരുടെ കയ്യിൽ ഒരു ലോഡ് ഗവൺമെൻറ് പ്രൊജക്ട്സ് ഉണ്ട്, ഫുൾ അതാണ് ആക്ച്വലി ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ദേ ആർ റണ്ണിങ് ദ ഗവൺമെൻറ്. അതായത് അവർ കൊടുക്കുന്ന ഡാറ്റയിലാണ് ഇപ്പോൾ അമേരിക്കയിലെ, അത് ഞാൻ വഴിക്ക് പറഞ്ഞു തരാം, എല്ലാ മേജറും പോലീസ്, ഹെൽത്ത്, ഇത് എല്ലാം ഇവർക്കെല്ലാം ഡാറ്റ സപ്ലയർ. ഇത്ര ആൾക്കാർക്ക് ഇന്ന സമയത്ത് ഇത്ര പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഇത്ര പേർക്ക് ഇങ്ങനെ സമയത്ത് ഉണ്ടാവും, നിങ്ങൾ ആ ഒരു സ്റ്റോക്ക് ചെയ്ത് വെക്കണം, ഇന്ന പ്രോഡക്റ്റ്സ് സ്റ്റോക്ക് ചെയ്ത് വെക്കണം എന്ന് അവർ ഗവൺമെൻറ്റിന് പറഞ്ഞു കൊടുക്കും. സോ ഹൂ ഈസ് റണ്ണിങ് ഹൂ ആലോചിക്കണത്. അപ്പോൾ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിലും ഇതാണ് ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും നമ്മുടെ തല പൊട്ടിത്തെറിക്കുന്ന അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ആരാണ് ഈ ഫസ്റ്റ് സീഡ് മണി എന്ന് പറയും? നമ്മളൊരു സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് 2003 ഇവർ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്, പാലന്റിയർ. അതിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് CIA ക്യൂടെൽ എന്ന് പറഞ്ഞിട്ടൊരു ഡിവിഷനുണ്ട്.
CIA ഒരു ഡിവിഷനാണ്. എന്തിനാണ്? ഇങ്ങനത്തുള്ള സ്റ്റാർട്ടപ്പിനെല്ലാം ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരാണ് ഇതിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞു തരുന്നില്ല. ആക്ച്വലി ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ CAS ബേബി പ്രൊജക്റ്റ്. അവരാണ് ഇതിനെ വളർത്തിയെടുത്ത് ഇപ്പോൾ ഉള്ളൊരു നിലയുണ്ടല്ലോ അതിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ആദ്യം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പേപ്പാലിൻ്റെ ആൻറ്റി ഫ്രോഡ് ഒരു കോഡുണ്ട്. അത് അവരുടെ ഒരു സിസ്റ്റമാണ്. ഈ പേപ്പാൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ ഒരുപാട് ഫ്രോഡ് വരുമല്ലോ. അപ്പോൾ അവരുടെ ഒരു ആൻറ്റി ഫ്രോഡ് സിസ്റ്റം ഉണ്ട്. അതാണ് ആക്ച്വലി ഇവർ ഈ ഗവൺമെൻറ്റിന് സെല്ല് ചെയ്ത്. അത് യൂസ് ചെയ്തിട്ട് ഈ കുറേ ആൾക്കാരിനെ ട്രാക്ക് ചെയ്യാനും ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മോണിറ്റർ ചെയ്യാനാണ് ആദ്യം ഇവരിനെ CA പൈസയൊക്കെ കൊടുത്ത് എടുത്തത്. ഇവർക്ക് കിട്ടിയ പ്രൊജക്റ്റും ആദ്യം അതായിരുന്നു. അതിനവർ യൂസ് ചെയ്തത് പണ്ടത്തെ അവരുടെ മെയിൻ സംഭവം ഉണ്ടല്ലോ പേപ്പാൽ മാഫിയ എന്ന് പറഞ്ഞില്ല. പേപ്പാലിൽ നിന്ന് അന്ന് അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്, അതിൻ്റെ ഒരു കോഡ് എടുത്തിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇവരുടെ ഒരു മെയിൻ സംഭവം ആരിനെ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് അവർക്ക് ആ ഫസ്റ്റ് തൊട്ടേ അവർക്ക് അതിൻ്റെ കംപ്ലീറ്റ് ആക്സസ് അവരുടെ കയ്യിലുണ്ട്. ഇത് എന്താ സംഭവം? ഇതിൻ്റെ റൂട്ട് പോകുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. എഡ്വേർഡ് സ്നോഡൻ ഇല്ലേ, സ്നോഡൻ അറിയായിരിക്കുമല്ലോ. പുള്ളി NSAയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ സീക്രട്ട് സർവീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരെയും മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടുത്തെ ഒരു കോഡും അവരുടെ ഒരു എവിഡൻസൊക്കെ എടുത്തിട്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമേരിക്കനോ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല, NSAനോ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. പക്ഷേ സ്നോഡൻ അങ്ങനെ ചെയ്തു. NSAയുടെ കീ സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡാണ് അന്ന് സ്നോഡൻ ഇങ്ങനെ നമ്മുടെ ഇമെയിലും നിങ്ങൾ അയക്കുന്ന മെസ്സേജും നിങ്ങൾ അയക്കുന്ന ഹിസ്റ്ററിയും നിങ്ങളുടെ വെബ് ഹിസ്റ്ററിയും ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങളുടെ മൊത്തം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം ട്രാക്ക് ചെയ്യേണ്ട ഗവൺമെൻറ് എന്നാണല്ലോ സ്നോഡൻ പുറത്തുവിട്ട വിവരം. ആ കോഡ് ആ ഒരു സംഭവം ഉണ്ടാക്കിയതേ പാലന്റിയറാണ്. അപ്പോൾ അമേരിക്കയിലെ ഏതൊക്കെ ഏജൻസീസ് ഈ ഗവൺമെൻറ് ഏജൻസീസ് പാലന്റിയറിൻ്റെ ഡാറ്റ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പെൻറ്റഗൺ, രണ്ടാമത് NSA, മൂന്നാമത് FBI, നാലാമത് ഐസാണ് ഈ ഇതുണ്ടല്ലോ ഇപ്പോൾ ഈ എല്ലാ റൈറ്റ്സൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം ഈ ഐസാണ്. ഐസ് എന്ന് പറഞ്ഞാൽ ഡീപ്പോർട്ട് ചെയ്യണ ആ ഒരു ഏജൻസിയാണ്. അതായത് ഇല്ലീഗലായിട്ട് ആരെങ്കിലും സിറ്റിസൺസ് അല്ലാത്തവർ ആരെങ്കിലും അമേരിക്കയിലുണ്ടെങ്കിൽ ഈ ബോർഡർ പെട്രോൾ, മെക്സിക്കോ ബോർഡർ ഉണ്ടല്ലോ, ആ ഒരു ബോർഡറിലൊക്കെ നിൽക്കുന്നത് ഈ ഐസിൻ്റെ ആൾക്കാരാണ്. അവരാണ് ഈ ഡീപ്പോർട്ടേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കാനുള്ളത്. അവരിപ്പോൾ ഉപയോഗിക്കുന്ന ഡാറ്റയൊക്കെ പാലന്റിയറുകാർ കൊടുക്കുന്നതാണ്. പിന്നെ പോലീസുകാർ എല്ലാവരും LAPD, ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, NYPD, ന്യൂയോർക്ക്, ഷിക്കാഗോ, ഇവരെല്ലാം സ്റ്റേറ്റിനും ഇവർ കൊടുക്കുന്നുണ്ട്, ഫെഡറൽ ഗവൺമെൻറ്റിനും കൊടുക്കുന്നുണ്ട്. US എല്ലാവർക്കും ഇവർ തന്നെ ഡാറ്റ കൊടുക്കുന്നത്. പിന്നെ കോവിഡ് വന്നില്ലേ, കോവിഡ് വന്നപ്പോൾ ഹെൽത്ത് ഡാറ്റ US-ലും UK-ലും ഉള്ള, അമേരിക്ക മാത്രമല്ല കേട്ടോ, UK-ലും ഓൾറെഡി ഉണ്ട് പാലന്റിയർ, UK-ലും US-ലുള്ള ഹെൽത്ത് ഡാറ്റ, ആർക്കൊക്കെ കോവിഡ് വന്നു, എപ്പോൾ കോവിഡ് വന്നു, എത്ര ദിവസം നിന്നു, ആരൊക്കെ വാക്സിൻ എടുത്തു, കംപ്ലീറ്റ് വാക്സിൻ റോൾ ഔട്ടിൻ്റെ ഫുൾ ഡാറ്റ ഹാൻഡിൽ ചെയ്ത് പാലന്റിയറാണ്. ഈ കണക്ഷൻസ് ഡോട്ട്സ് ഇങ്ങനെ കണക്ട് ചെയ്തുണ്ടല്ലോ, ഇത് എവിടെ എത്തിയെന്നറിയോ? എന്നിട്ട് ഇങ്ങനെ ഈ ഇതൊരു US കമ്പനിയാണല്ലോ. അപ്പോൾ UK-ലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ എന്തിനാണ് US കമ്പനീനെ വിളിച്ചെന്ന് പറഞ്ഞിട്ട് UK-ലുള്ള പല ആൾക്കാരും ഇതിനെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ന്യൂസുകളുണ്ട്. ഇതൊരു സ്പൈ, എന്താ പറയുക, US സ്പൈ ഏജൻസി പോലെയാണ്, അവർക്ക് നമ്മൾ എന്തിനാണ് ഡാറ്റ കൊടുക്കുന്നതൊക്കെ പറഞ്ഞിട്ട് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് പറഞ്ഞത്. ഇപ്പോൾ എവിടെ എത്തി? കോവിഡ് എത്തി. കോവിഡിൽ ഒരു വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈസർ ഉണ്ടല്ലോ, ഫൈസർ വാക്സിനാണ് ആദ്യം വന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. ഫൈസർ വാക്സിൻ പാലന്റിയറിൻ്റെ ക്ലൈൻ്റാണ്. ഓക്കെ, ഫൈസറും ഡാറ്റ എടുക്കുന്നത് പാലന്റിയറിൽ നിന്നാണ്. CDC, WHO വരെ കോവിഡ് ഡാറ്റ, അവരുടെ വരെ കോവിഡ് ഡാറ്റ ഹാൻഡിൽ ചെയ്ത് പാലന്റിയറാണ്. CDC എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കോവിഡിൻ്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് CDC ആയിരുന്നു. അവരുടെയും ഇവർ തന്നെ. ഇനി ഇവരുടെ മെയിൻ ഇമ്പാക്റ്റ് ഇവർ കുറച്ച് ഫേമസ് ആയത്, ഇത് ആദ്യമൊന്നും അത് ആർക്കും അറിയില്ലായിരുന്നില്ല അത് എന്ത് കമ്പനിയാണ്. പിന്നെ മെയിൻലി ഇവർ ഫേമസ് ആയത് ജോർജ് ഫ്ലോയിഡിൻ്റെ ഒരു പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു അമേരിക്കയിൽ. അതായത് BLM മൂവ്മെൻറ്റ്, എന്താണ്
ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്ലാക്ക്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് സ്ട്രീറ്റിലിറങ്ങി ജോർജ് ഫ്ലോയിഡ് മരിച്ചത് കാരണം വന്ന് ഫുള്ള് റയറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ആ റൈറ്റിൻ്റെ സമയത്ത് പാലന്റിയറിൻ്റെ ഡാറ്റ യൂസ് ചെയ്തിട്ട് പ്രൊട്ടസ്റ്റേഴ്സിനെ, ജേർണലിസ്റ്റിനെ, യൂണിയൻ ലീഡേഴ്സിനെ, അതായത് പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരിനെയൊക്കെ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട്. ഇത് പബ്ലിഷ് ചെയ്ത ഡാറ്റയാണ്, നിങ്ങൾക്കെല്ലാം പോയി നോക്കാം. അതാണ് എന്തെങ്കിലും റൈറ്റ് ഈ പ്രശ്നക്കാരുണ്ടല്ലോ ഇവരിനൊന്ന് നോക്കണം, ഇവർ ചിലപ്പോൾ വല്ല പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നവരിനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ ഈസി ആയിട്ട് ഇവർക്ക് പറ്റും. ഇനി അഫ്ഗാനിസ്ഥാനിലാണ് കിൽ ചെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കിൽ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ടൈം ടാർഗറ്റിംഗ് ആണ്. അതായത് ഒരാളെ കൊല്ലണം. അപ്പോൾ അയാളെ കൊല്ലണമെങ്കിൽ അയാൾ ഏത് സമയത്ത് എവിടെ ഉണ്ടാവും, ഇയാൾ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ അറിയണം. അപ്പോൾ ഇയാളെ ഫുൾ ടൈം മോണിറ്റർ ചെയ്യുക. ഇയാളെ ഒരു ടാർഗറ്റ് വെച്ച് അയാളെ ഫുൾ ടൈം മോണിറ്റർ ചെയ്തിട്ട് അവിടെ നടന്ന പല കൊലകൾക്കും പല ആൾക്കാരും മരിക്കാനും കാരണം ഇവരുടെ സോഫ്റ്റ്വെയറാണ്. പാലന്റിയറിൻ്റെ US മിലിറ്ററി യൂസ് ചെയ്തത് അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ. അതായത് ഈ ട്രഡീഷണൽ വാർഫെയർ ഉണ്ടല്ലോ അത് മുഴുവൻ, അതായത് ഒരു ചാരനെയൊക്കെ വിട്ട് അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ, ഒരു ഡബിൾ ഏജൻ്റ് ആക്കുക, ഈ അൽഖ്വയ്ദത്തെയും മറ്റേത്തെ ആൾക്കാരിനെയൊക്കെ വിളിച്ച് ഈ അമേരിക്കയെ ചേർത്തി പിന്നെ അവരിനെയൊക്കെ വിട്ടു. അതൊന്നും ആവശ്യമില്ല. ഇനി കംപ്ലീറ്റ് ഈ പാലന്റിയറിൻ്റെ സോഫ്റ്റ്വെയറും അവരുടെ എയും കൊണ്ട് ആരും എപ്പോൾ വേണമെങ്കിലും ഇന്ന സ്ഥലത്ത് ഉണ്ടാവും എന്ന് അവർ പറയും. അത് അവിടെ പോവുക, അയാളെ കൊല്ലുക, വരിക. അതാണ് പരിപാടി. അതാണ് ഇവരിവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇനി ഇസ്രായേൽ പാലസ്തീനിലും നമ്മുടെ പാലന്റിയറിൻ്റെ കരങ്ങളുണ്ട്. അവരുടെ ലാവൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതാണ് ഇസ്രായേൽ മിലിറ്ററി യൂസ് ചെയ്യുന്നത്. എന്തിന്? ടാർഗറ്റഡ് കില്ലിങ്സിന്. പാലസ്തീനിലുള്ള ആൾക്കാരുടെ സെൽഫോൺ ഡാറ്റയും ഈ സോഷ്യൽ മീഡിയ ഡാറ്റയൊക്കെ ഈ ഇസ്രായേലുകാർ കളക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഹാക്ക് ചെയ്തിട്ടൊക്കെ. അത് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് പാലന്റിയറാണ്. അത് യൂസ് ചെയ്തിട്ടാണ് ടാർഗറ്റ്സിനെ ഇവർ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ടെററിസം ഒരു അറ്റാക്ക് നടക്കുന്നതിൻ്റെ മുന്നേ അതിനെ അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കും എന്നാണ് അവരുടെ ഒരു മെയിൻ സംഭവം. ഇതിൻ്റെ ഒരു CEO ഉണ്ട്, പാലന്റിയറിൻ്റെ CEO എന്ന് പറയുന്നത് അലക്സ് കാർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായാണ്. പുള്ളി ഭയങ്കര ഓപ്പണാണ്. ഈ വേറുള്ള ഈ ബോംബുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുടെയൊക്കെ ഈ ലോക്കീഡ് മാർട്ടിൻ അങ്ങനത്തെ ആർട്ടിക്സ് കോർപ്പറേഷൻ എന്നുള്ള കമ്പനികളുടെയൊക്കെ CEOമാരെ ആർക്കും അറിയില്ല. കാരണം അവർക്ക് ഇങ്ങനെ ഒരു ബോംബ് ഉണ്ടാക്കുന്ന കമ്പനിയല്ലേ. അപ്പോൾ അവർ ഈ ലൈം ലൈറ്റ് ഈ ഇൻ്റർവ്യൂസൊന്നും മറ്റേന്നൊക്കെ അവർ വിട്ടു നിൽക്കും. അവർക്ക് വന്ന് അങ്ങനെ ഞങ്ങൾ ഇത്ര പേരെ കൊന്നു അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇയാളങ്ങനെയൊന്നുമല്ല. ഇയാൾ ഭയങ്കര ഓപ്പണാണ്. ഇയാൾ ഇൻ്റർവ്യൂ ഒരു പരിപാടിയിൽ ഇതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇസ്രായേൽ പാലസ്തീനിൽ നിങ്ങൾ ഇവരെയൊക്കെ കൊല്ലാൻ ഉപയോഗിക്കില്ല. പുള്ളി കൂളായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും, അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പുള്ളി ഹീസ് വെരി ഓപ്പൺ അബൌട്ട് ഇറ്റ്. ഒരു നാണക്കേടോ ഇല്ല, അങ്ങനെ മറഞ്ഞ് നിൽക്കണ പരിപാടിയൊന്നുമില്ല. എൻ്റെ കമ്പനി ഇങ്ങനെയാണ്, ഇതിങ്ങനെയൊക്കെ ചെയ്യും, നിങ്ങൾ വേണമെങ്കിൽ ഇരുന്നാൽ മതി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഓൺ ദ ഫേസാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തോ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്യും. ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഇവന്മാരുടെ എല്ലാം. അതായത് ഈ ഒരു സംഭവം ഇപ്പോൾ നമ്മളിപ്പോൾ LA റൈറ്റ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ LA റൈറ്റ്സിൽ ബേസിക്കലി ഇവർ ഓൾറെഡി ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും ഈ ഡാറ്റ പാറ്റേൺസ് ഉണ്ടല്ലോ, ഈ ഫുള്ളി പാറ്റേൺ റെക്കഗ്നിഷൻ, ഈ മൊത്തം ഈ അവിടെ ആരൊക്കെ വന്നിട്ടുണ്ട്, ഇവർ ഐസിന് ഓൾറെഡി ഡാറ്റ കൊടുക്കുന്നുണ്ട്. അതായത് ഡീപ്പോർട്ട് ചെയ്യണം, ആരിനെ എപ്പൊക്കെ ഡീപ്പോർട്ട് ചെയ്യണം, ആരാണ് ഇവിടെ ഇല്ലീഗലായിട്ടുള്ളത്, എല്ലാ ഡാറ്റ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ LA റൈറ്റ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ആരെങ്കിലും വന്ന് അറ്റാക്ക് വയലൻ്റ് ആയിട്ട് പെരുമാറുന്നുണ്ടോ, അപ്പോൾ അവരിനെ സെലക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് മാറ്റി വയ്ക്കും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഓൾറെഡി സിറ്റിസൺ ആയിരിക്കും, എന്നിട്ടായിരിക്കും അവർ ഈ വയലൻ്റ് ആയിട്ട് റൈറ്റൊക്കെ നടത്തുന്നത്. അപ്പോൾ അവരിനെ വേറൊരു കാറ്റഗറി ആക്കും. അങ്ങനെ ഇവരുടെ കയ്യിൽ എല്ലാ സാധനമുണ്ട്, മൊത്തം ഇവരുടെ കയ്യിലുണ്ട്. ഇതിപ്പോൾ ഇപ്പോൾ നടക്കുന്ന എല്ലാ റൈറ്റ്സ് ആണെങ്കിലും പണ്ട് നടന്ന BLM റൈറ്റ്സ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഇതുതന്നെയാണ് പരിപാടി. ഇനി ഏറ്റവും വലിയൊരു സാധനം, കേംബ്രിഡ്ജ് അനലിറ്റിക്ക കേസ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അത്
കുറച്ച് മുന്നേ നടന്നാണ്. ട്രംപ് ഇതിന് മുന്നേ ജയിച്ചില്ലേ, അപ്പം നടന്നൊരു സംഭവമാണ്. അതായത് കേസ് ഇങ്ങനെയാണ്. ഫേസ്ബുക്കിൻ്റെ ഡാറ്റ, ഓക്കെ, ഫേസ്ബുക്ക് ഡാറ്റ കളക്ട് ചെയ്തു. ഫേസ്ബുക്കിൽ നിന്ന് കുറേ ഡാറ്റ അടിച്ചു മാറ്റിയിട്ട് കേംബ്രിഡ്ജ് അനലിറ്റിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ അത് അടിച്ചു മാറ്റി ട്രംപിന് ജയിക്കാൻ വേണ്ടി, എലക്ഷൻ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു ഫേസ്ബുക്ക്. ആ ഒരു സമയത്ത് ഈ ട്രംപ് ആദ്യമായിട്ട് വന്നപ്പോൾ ട്രംപിന് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു ട്രംപിൻ്റെ പാർട്ടിൻ്റെ അകത്ത് തന്നെ. അന്ന് ഏറ്റവും കൂടുതൽ ട്രംപിനെ ഹെൽപ്പ് ചെയ്തത്, അന്ന് ഈ എക്സും മറ്റേ ഇതൊന്നും ഇല്ലല്ലോ, അന്ന് ഉള്ള ഫേസ്ബുക്കാണ്. അപ്പം അന്ന് അത്രയും ട്രംപിനെ ഹെൽപ്പ് ചെയ്തത് ആരാണ്? ഈ ഫേസ്ബുക്ക് ഡാറ്റ ലീക്കാണ്. അവർ അന്ന് അത് എടുത്തിട്ട് അത് ഫേസ്ബുക്ക് അൽഗോരിതത്തിലെ കുറേ മാറ്റം വരുത്തി ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ കുറേ ആക്കി, അങ്ങനെ പല കളികൾ കളിച്ചിട്ടുണ്ട്. ആ ഒരു കേസാണ് കേംബ്രിഡ്ജ് അനലിറ്റിക്ക കേസ്. അപ്പോൾ ഈ ഫേസ്ബുക്കും ഇപ്പോൾ ഇതുമായിട്ട് എന്താ ബന്ധം? ഈ നമ്മളിപ്പോൾ പറയുന്ന പാലന്റിയർ, ഈ പേപാൽ മാഫിയായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പീറ്റർ തീൽ ഉണ്ടല്ലോ, പുള്ളിയാണ് വൺ ഓഫ് ദ ഫസ്റ്റ് മേജർ ഇൻവെസ്റ്റർ ഇൻ ഫേസ്ബുക്ക്. പിടികിട്ടിയോ? ആ കണക്ഷൻ കിട്ടിയോ? ഇപ്പോൾ ആ ഒരു ഇത് പീറ്റർ തീലാണ് പേപ്പാൽ ഉണ്ടാക്കിയത്, പീറ്റർ തീലാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പാലന്റിയർ ഉണ്ടാക്കിയത്. പുള്ളിയാണ് ഫസ്റ്റ് ഇൻവെസ്റ്റർ ഫേസ്ബുക്കിൽ. സക്കറാനൻ ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ മേജർ ഇൻവെസ്റ്റർ പുള്ളിയായിരുന്നു അന്ന്. ഫേസ്ബുക്കിൻ്റെ ബോർഡ് മെമ്പറാണ്. ഫേസ്ബുക്കിൽ കമ്പനിയിൽ ഇപ്പോൾ മെറ്റ എന്ന് വിളിക്കുന്ന കമ്പനി ഉണ്ടല്ലോ, അതിൽ ബോർഡ് ഉണ്ടാവില്ല, ബോർഡ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന, അതിൽ ബോർഡ് മെമ്പറാണ് പീറ്റർ തീൽ. കടുത്ത ട്രംപ് സപ്പോർട്ടറാണ്. ട്രംപ് സപ്പോർട്ടർ എന്ന് പറയുമ്പോൾ ട്രംപിൻ്റെ പാർട്ടി, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി, റൈറ്റ് വിങ് ആണ് ബേസിക്കലി പുള്ളിയുടെ ഐഡിയോളജി. കേംബ്രിഡ്ജ് അനലിറ്റിക്കയിൽ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സ് എംപ്ലോയി ഓഫ് പാലന്റിയർ ആണ് ഈ കേംബ്രിഡ്ജ് അനലിറ്റിക്കയ്ക്ക് വേണ്ടി ഫേസ്ബുക്കിൽ നിന്ന് ഡാറ്റയൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ് ആ കേസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പീറ്റർ തീൽ ഫേസ്ബുക്കിൻ്റെ ബോർഡ് മെമ്പറാണ്, കൈൻഡ് ഓഫ് ബിഗ് ഷെയർ ഹോൾഡറാണ്. പാലന്റിയർ ഡാറ്റ കമ്പനി, ആ പാലന്റിയർ ഡാറ്റ കമ്പനി പീറ്റർ തീലിൻ്റെയാണ്. ഈ പാലന്റിയറിലെ ഒരു എക്സ് എംപ്ലോയി മുമ്പേ പിരിച്ചു വിട്ടുട്ടാ, അത് ഒന്ന് നോട്ട് ചെയ്യണം. മുന്നേ പിരിച്ചു വിട്ടൊരു എംപ്ലോയിയാണ് കേംബ്രിഡ്ജ് അനലിറ്റിക്ക് വേണ്ടി ഫേസ്ബുക്കിൽ ചെന്നിട്ട് ഡാറ്റ അടിച്ചു മാറ്റി കൊടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് ആ ഒരു ഇതാണ് ഇത്. ഈ കണക്ഷൻ ചുമ്മാ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് എന്തൊക്കെ പോയിൻറ്റ്സ് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ്. ഈ കണക്ഷൻ കണക്ട് ചെയ്ത് ഞാൻ എവിടേക്കോ എത്തിപ്പോയി. എനിക്ക് തന്നെ അത് ഒക്കെ കൂടി കണ്ടിട്ട്, അതായത് ഇതാണ് പറയുന്നത്, ഈ ഭയങ്കര ഡീപ്പ് സ്റ്റേറ്റ് അവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു, നമ്മുടെ കാര്യങ്ങൾ പലതും ഇവരാണ് നിയന്ത്രിക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ അവരാണ്. ആരാണ് അവരെന്ന് ഞാൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞത് എനിക്ക് തന്നെ മനസ്സിലാവും, ഞാൻ പറഞ്ഞൊന്നും തരുന്നില്ല. അതാണ് സംഭവം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ കേംബ്രിഡ്ജ് അനലിറ്റിക്കുമായിട്ട് പല ഡീലുകളും പാലന്റിയറുമായിട്ട് ഉണ്ടായിരുന്നു, ഡാറ്റ ആയിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. 78 മില്യൺ യൂസേഴ്സിൻ്റെ ഡാറ്റ അന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഏന്ന് ഫേസ്ബുക്കിൽ നിന്ന്. സക്കറിനെ ചിലപ്പോൾ ചോദിച്ചപ്പോൾ കൊടുക്കാണ്ടായിരിക്കും, അപ്പോൾ വേറൊരു വഴിക്ക് പോയി എടുത്തതായിരിക്കും, പറയാൻ പറ്റില്ല, ഇവരുടെയൊക്കെ കാര്യമാണ്. ഇനി ഈ കൊല്ലത്തെ ഇലക്ഷൻ ഉണ്ടല്ലോ, ഈ കൊല്ലത്തെ ഇലക്ഷനോട് കൂടിയിട്ടാണ് ഈ പീറ്റർ തീൽ ഭയങ്കര ഈ പുള്ളി ഇപ്പോൾ ഫുൾ പോഡ്കാസ്റ്റാണ്, ജോ റോഗൻ്റെ പോഡ്കാസ്റ്റ്, പുള്ളിക്ക് സ്വന്തമായിട്ടൊരു പോഡ്കാസ്റ്റ് ഉണ്ട് തോന്നുന്നു. അങ്ങനെ അതായത് ഇവരുടെ ബില്യണർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മസ്കിനിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതായത് ഇലോൺ മസ്ക് ഓൾറെഡി പേപാൽ മാഫിയ മെയിൻ ആളാണല്ലോ. പുള്ളി പിന്നെ കുറേ ഇങ്ങനെ എന്താ പറയുക, ഒരു പൊട്ടത്തരങ്ങ് പോലത്തെ ഈ ചെറിയ പിള്ളേരിനെ പോലെയാണ് ഈ ഇലോൺ മസ്ക്. പുള്ളിയുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. പക്ഷേ അങ്ങനെയല്ല, പീറ്റർ തീൽ ഈസ് വെരി മെച്ചുവേർഡ്. പുള്ളി വന്നിരുന്ന് ട്രംപിനെ സപ്പോർട്ട് ചെയ്ത് ട്രംപിനെ കുറിച്ച് പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ട്രംപിന് മേജറായിട്ട് ഒരു വലിയൊരു സംഖ്യ
നമ്മളവിടെ സംഭാവന എന്ന് പറയും, അവിടെ ഡൊണേഷൻ എന്ന് പറയും. അതായത് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം, ഒരു കാൻഡിഡേറ്റിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യാം. അത് നമ്മളവിടെ ഒളിച്ച് അടി കൂടെ കൊടുക്കും, മറ്റവിടെ പബ്ലിക്കായിട്ട് കൊടുക്കും. ആ ഫിഗേഴ്സൊക്കെ അവൈലബിൾ ആണ്, ചെക്ക് ചെയ്യാം. വലിയൊരു എമൗണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, മില്യൺസ് ഓഫ് ഡോളേഴ്സ്. 200 മില്യൻ്റെ അടുത്ത് നമ്മുടെ ഇലോൺ മസ്ക് കൊടുത്തിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിന്. അത് പോരാണ്ടാണിത്. ഇവരെല്ലാവരും ഒരു ടീമാണ്, മനസ്സിലായത്. അപ്പോൾ ആര് കൊടുത്താലും ഓരോ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ കാര്യം മനസ്സിലായത്. അപ്പോൾ പുള്ളി മനസ്സിലായില്ല, റൈറ്റ് വിങ് ആണ്. അപ്പോൾ എന്താണ് ഈ പീറ്റർ തീൽ? ആരാണ് ഈ പീറ്റർ തീൽ? ഒരുപാട് ഈ പോഡ്കാസ്റ്റിലും ഈ ഇൻ്റർവ്യൂവിലൊക്കെയാണ് പുള്ളി ഇപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് ഒരുപാട്. പണ്ട് ആ ഒരു ടെക് ബില്യണേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാങ്ങിലാണ് പുള്ളി ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എന്താ പറയുക, ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫിലോസഫർ മോഡാണ്. എപ്പോഴും ഇങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ പറയുക, ഇങ്ങനൊരു ഐഡിയ, അങ്ങനെ ആ ഒരു വൈബാണ് പുള്ളി പിടിച്ചിരിക്കുന്നത്. പുള്ളിയുടെ കുറേ വിചിത്രമായൊരു സംബന്ധം. പുള്ളി ഈ അപ്പോക്കലിപ്റ്റിക് റെഡിയാണ്. അതായത് നമ്മുടെ ലോകം അവസാനിക്കും, അല്ലെങ്കിൽ ലോകം ഇപ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു വലിയൊരു ഇഷ്യൂ ഉണ്ടാവുമെന്ന് എപ്പോഴും വിചാരിക്കുന്ന ഒരാളിനെ കുറിച്ചൊക്കെ ഒരുപാട് ഇയാൾ തന്നെ കുറേ ഇതൊന്നും നമ്മളിങ്ങനെ അയാൾ അങ്ങനെ ആയിരിക്കാം എന്ന് പറയല്ല. പുള്ളി തന്നെ പറഞ്ഞ പല പോഡ്കാസ്റ്റിലും പല സ്ഥലത്തും പോയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. പുള്ളിക്ക് ന്യൂസിലൻഡിൽ ഒരു ബങ്കറുണ്ട്, ഫുള്ളി എക്യുപ്ഡായിട്ട് വർഷങ്ങളോളം. അത് ഈ ബില്യണർ കുറേ എല്ലാ ബില്യണർമാർക്കും ഉണ്ട്, പുള്ളിക്കും ഉണ്ട്. ആൻറ്റി ഏജിങ്, പുള്ളിയുടെ മോൻ കണ്ടാൽ തന്നെ അറിയാം, കുറേ എന്തോ ബോട്ടോക്സ് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പുള്ളി. ആൻറ്റി ഏജിങ് വിശ്വസിക്കുന്ന ആളാണ്, കുറേ കാലം ജീവിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. സർവെയിലൻസിൻ്റെ മെയിൻ ആളാണ്. സർവെയിലൻസ് സ്റ്റേറ്റ് എന്ന് നമ്മൾ വിളിക്കും. അതായത് ആരും അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കരുത്, എപ്പോഴും ഒരു സർവെയിലൻസ് സ്റ്റേറ്റിൽ വേണം എല്ലാ ആൾക്കാരും ഇരിക്കാൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ ഹ്യൂമൻ ഹൈബ്രിഡ്, എയും ഹ്യൂമണും ഹൈബ്രിഡ് ആയിട്ടുള്ള ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, അതിൻ്റെ മെയിൻ ഒരു സപ്പോർട്ടറാണ്. കുറേ കമ്പനിയിൽ ഇൻവെസ്റ്റും ചെയ്തിട്ടുണ്ട്. ലിബർട്ടേറിയൻ എന്ന് പറയുന്നത് ലെസ് ഗവൺമെൻറ് ആണ് പുള്ളിയുടെ ഒരു മോട്ടോ. ലെസ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഈ ബ്യൂറോക്രസി ഒന്നും ഇഷ്ടമല്ല. ഇന്ന് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ നാളെ ചെയ്യണം. അല്ലാണ്ട് ഈ നമ്മുടെ അവിടെ പാർലമെൻറ്റിൽ പോയി അത് വോട്ട് ചെയ്ത് പിന്നെ കുറേ എതിർത്ത് സമരം ചെയ്ത് അതൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. അപ്പം കാര്യങ്ങൾ നടക്കണം. ലിബർട്ടേറിയൻ ഒരു ഐഡിയോളജിയാണിത്. അപ്പോൾ ലെസ് ഗവൺമെൻറ് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ഐഡിയ തോന്നും. ആരാണ് ഇപ്പോൾ ലെസ് ഗവൺമെൻറ്റിൽ ഇത്ര പേര് ഒന്നും ആവശ്യമില്ല, കുറേ പേരെ പിരിച്ചുവിടണം എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളാരാണ്? ഇലോൺ മസ്ക്. ഡോജ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ഡോജ് ഇല്ല, അപ്പോൾ ഡോജ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി കണക്ഷൻ പിടികിട്ടുക. ഇത് പീറ്റർ തീൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഗവൺമെൻറ്റിൽ ഇത്ര ആൾക്കാർ ആവശ്യമില്ല, കുറേ ആൾക്കാരിനെ കൺട്രോൾ ചെയ്യാൻ ഇത്ര പേര് വേണ്ട എന്ന് പറയുന്ന ആളാണ് പീറ്റർ തീലിന് വേണ്ടത് ഗവൺമെൻറ് എംപ്ലോയീസ് എല്ലാം പിരിച്ചുവിടണം. ചെറിയൊരു ഗവൺമെൻറ്റാണ് പുള്ളിയുടെ ഒരു ഐഡിയോളജി. ആരാണ് അത് നടപ്പിലാക്കാൻ നോക്കിയത്? അത് പാളിപ്പോയി, എന്നാലും നടപ്പിലാക്കാൻ നോക്കുന്ന ആരാ? പുള്ളിയുടെ മെയിൻ കൂട്ടുകാരൻ ഇലോൺ മസ്ക്, പേപ്പാൽ മാഫിയയിലുള്ള ആൾ. മനസ്സിലായി? ആ ഒരു കണക്ഷൻ കൂടി കിട്ടിയില്ലേ? ഇതാണ് ഫുള്ളി. അതായത് ഇവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പലതും നടക്കാൻ നോക്കുന്നത്. ഓക്കെ, ഈ സ്കൈനെറ്റ് ഇല്ലേ, നമ്മുടെ അർണോൾഡിൻ്റെ ടെർമിനേറ്റർ സിനിമയിലുള്ള ഈ സ്കൈനെറ്റ് സംഭവം ഉണ്ടല്ലോ, അതായത് ഒരു ഗ്ലോബൽ സർവൈലൻസ് സ്റ്റേറ്റ്, അതൊക്കെയാണ് ഇവരുടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ഐഡിയോളജി. അങ്ങനെ വേണം എപ്പോഴും എന്നാണ് അവർ. അല്ലാണ്ട് എല്ലാവരും ഫ്രീ ആവണം അങ്ങനെയൊന്നും അല്ല അവർ ചിന്തിക്കുന്നത്. അവർ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. ആര് എവിടെ പോയി ഡ്രോൺ ചെയ്ത് കൊല്ലണം, ആരെപ്പോൾ ഡ്രോൺ ചെയ്ത് കൊല്ലണം, ആരെപ്പോൾ ഡീപ്പോർട്ട് ചെയ്യണം, അമേരിക്കയിൽ നിന്ന് നാട് കടത്തണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഫുൾ പവർ ആണ് ഇപ്പോൾ പുള്ളിയുടെ കയ്യിലുള്ളത്. അതായത് ഈ ഫാസിസ്റ്റ് ഫ്യൂച്ചർ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ ഫാസിസ്റ്റ് എന്നൊക്കെ പറയുന്ന വാക്ക് പഴയതാണെങ്കിലും പുള്ളിയുടെ ഒരു ഐഡിയോളജി മനസ്സിലാവും. റൈറ്റ് വിങ് ആണ് പുള്ളിക്ക്, ലെസ് ഗവൺമെൻറ് ആണ് ആവശ്യം. ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ഉണ്ടല്ലോ, ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടി, അവരും ഈ ലെസ് ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരാണ്. ഈ ഒരുപാട് ഗവൺമെൻറ്റിൽ ഈ പ്രോജക്ട്സ് ഒന്നും വേണ്ട, ക്യാപിറ്റലിസ്റ്റ് മതി, എല്ലാം പ്രൈവറ്റൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു
ഒരു മെൻറ്റാലിറ്റിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. അതുകൊണ്ട് തന്നെ ആയിരിക്കും പീറ്റർ തീലും ആ ഒരു ഐഡിയോളജി ഫോളോ ചെയ്യുന്നത്. കാരണം ആ ഒരു ലിബർട്ടേറിയൻ ഐഡിയോളജിയിൽ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ആളാണിത്. പുള്ളി തന്നെ പല സ്ഥലത്തും വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവരെക്കുറിച്ചൊക്കെ മതി. ഇനി നമുക്ക് വന്ന കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് ഇതൊക്കെ ആയിട്ടുള്ള കണക്ഷൻ? ഈ റൈറ്റ്സ് നടക്കുന്നത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യമൊക്കെ എന്താണ്? ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ മെയിൻ സംഭവം. അപ്പോൾ അതിലേക്ക് വരെ ഇവരെക്കുറിച്ച് പേടിപ്പിച്ചതൊക്കെ മതി. അപ്പോൾ ഈ കഴിഞ്ഞ മാസം ഒരു വലിയൊരു ഡാറ്റ AI ഡീല് നടന്നിട്ടുണ്ട്. അതായത് ഒരു വലിയ കമ്പനിക്ക് അമേരിക്കയുടെ ഡിഫൻസും ഹോംലാൻഡ് സെക്യൂരിറ്റിയും ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സും CDCൻ്റെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡാറ്റ ഷെയർ ചെയ്തിട്ട് ഈ ഡാറ്റയെല്ലാം അതായത് വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ആക്കുക. ഇവരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സെപ്പറേറ്റ് ആണ്. അതിനെല്ലാം കൂടി ഒന്നാക്കുക. എന്നിട്ട് വലിയൊരു ഡാറ്റ സെൻറ്റർ, ആ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരെ എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ഡിഫൻസ് ഇഷ്യൂ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ നമ്മുടെ ബോംബിടാൻ പോവുകയാണ്. അപ്പോൾ അയാളുടെ ഹെൽത്ത് നോക്കണമെങ്കിൽ ഈ CDCൻ്റെ ഡാറ്റ എടുത്തിട്ട് അയാളുടെ ഹെൽത്ത് നോക്കാം. ഇയാൾ എന്തെങ്കിലും പണ്ട് ചെറിയ വല്ല പെറ്റി കേസ് ഏതെങ്കിലും നാട്ടിൽ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ്റെ ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡാറ്റയും ഇവരുടെ കയ്യിലുണ്ടാവും. അല്ലാതെ ഇത് ഓരോന്നിങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഒരാളുടെ പേരടിച്ച് അയാളുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഡാറ്റ ഒരു സ്ഥലത്ത്, അങ്ങനെ ഒരു ഡാറ്റ ഡീല് നടന്നിട്ടുണ്ട്. ആർക്കാണ് ആ ഡാറ്റ ഡീല് കിട്ടി ഒന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ്? വേറെ ആർക്കുമല്ല, ഇവർക്ക് തന്നെ പാലറ്റിയറിനാണ് ആ ഒരു $multi-billion ഡീൽ അവർ കിട്ടിയത്. ഇത് $1 ബില്യൺ ഡീലാണ് ഇവർക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ഡീലാണ്. അതായത് മദർ ഓഫ് ഓൾ ഡാറ്റ എന്നാണ് അതിനെ പറയുന്നത്. അമേരിക്കക്കായി ഇനിയൊരു തുമ്മിയാൽ പോലും അവരറിയും. മനസ്സിലായില്ലേ? അതായത് അവർ ഇപ്പോൾ ഈ ചൈനീസ് സർവൈലൻസ് എന്നൊക്കെ പറയില്ലേ, ചൈനക്കാർ ഫുള്ള് ക്യാമറാസാണ് എല്ലാവിടെയും എന്നൊക്കെ പറഞ്ഞ് ഇവർ കുറേ കുറ്റം പറയില്ലേ. ഇവർ മറ്റേ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ. ആ ഒരു സംഭവത്തിനേക്കാളും വലിയ സംഭവമാണ് ഇത്. പക്ഷെ ഒരാൾക്കും അറിയില്ല, ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നും അറിയില്ല, അവർ എന്താ ചെയ്യണമെന്നും അറിയില്ല, ഒന്നും അറിയില്ല. AI അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നു ഗവൺമെൻറ്. ഓക്കെ, ഗവൺമെൻറ് ഏജൻസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലത്തേക്ക് തന്നെ കുറേ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെയാണ് എല്ലാവിടെയും. അപ്പോൾ അവർ AI പ്ലാറ്റ്ഫോംസ് അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നു. ആ AI പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കിയത് പാലന്റിയർ കമ്പനിയാണ്. ഇനി ബോർഡർ കൺട്രോൾ, പ്രൊട്ടസ്റ്റ് മോണിറ്ററിങ്, ഈ ബാറ്റിൽ ഫീൽഡിലുള്ള എനിമീസിൻ്റെ മൂവ്മെൻറ്റ്സ്, പബ്ലിക് ഹെൽത്ത് സർവീസ്, എല്ലാ സംഭവങ്ങളും അവർക്ക് ഒരു സ്ഥലത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്തുനിന്ന് അവരുടെ ഒരു മേജർ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് അവർക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. ആരുടെ അടുത്തും ചോദിക്കാനും പിടിക്കാനും ഒന്നും പോകണ്ട. എല്ലാം ഇവർക്ക് ഇങ്ങനെ പറയുമ്പോൾ കിട്ടും. ഇതാണ് മേജർ സംഭവം. ഇതൊന്ന് നോക്കണം. ഇതൊന്ന് രക്ഷപ്പെടാൻ നമുക്ക്, അതായത് ഇനിയൊരു അമേരിക്കക്കാരന് ഈ ഒരു ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് രക്ഷപ്പെടാൻ, ഈ ഡാറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് സംശയമാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മുടെ ബയോമെട്രിക് പോവും, മൈഗ്രേഷൻ പോവും, ട്രാവൽ, IRS എന്ന് പറഞ്ഞാൽ ഇവർ ടാക്സൊക്കെ നോക്കുന്നതാണ്. അത് ഓൾറെഡി അവരുടെ കയ്യിലാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയ, പിന്നെ ഈ മെഡിക്കൽ, വാക്സിൻ റിപ്പോർട്ട്, അവരുടെ പോലീസ് കേസ്, കോടതിയിലുള്ള ആ കേസ് എല്ലാം ഇവരുടെ കയ്യില്ല. ഇതിവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയ പോലും ഇല്ല. ഇതിപ്പോൾ അവിടെയൊക്കെ വന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ കുറേ അറിയുന്നുണ്ട്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെയൊക്കെ ചിലപ്പോൾ നമ്മൾ ഓൾറെഡി അതൊക്കെ ഡാറ്റയൊക്കെ വിറ്റിട്ടുണ്ടാവും, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ശരി. അപ്പോൾ ഇപ്പം എന്ത് വേണം? ഇതിനെ എതിർക്കും, കുറേ പേര് എതിർക്കും. ഓക്കെ, ആ എതിർക്കുന്നവർക്ക് എന്ത് വേണം? നിങ്ങൾ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ഇങ്ങനെ പല പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാവും എന്ന് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കണോ? അതിനാണ് ഇവിടെ ഈ റയറ്റ്സ് നടക്കുന്നത്. മനസ്സിലായോ? കണക്ഷൻ പിടിയിട്ടോ? റയറ്റ്സ് നടക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് എന്ന് പറഞ്ഞാൽ ഇവർ ഡീപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഏജൻസിയാണ്. ആ ഡീപ്പോർട്ട് ചെയ്യാൻ വന്നത് ഈ ബോർഡർ പെട്രോൾ മാർക്ക് ചെയ്ത്, അതായത് ഈ ഇല്ലീഗലായിട്ട് ബോർഡർ കടന്ന് അങ്ങോട്ട് പോയ ആൾക്കാരാണ്. അവരിനെ സ്മൂത്തായിട്ട് അവരിനെ ഡീപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ റൈറ്റ്സ് ഇപ്പോൾ മൊത്തം നടക്കുന്നത്. ഇനി എന്ത് വേണം? ഈ ഡാറ്റ ഇവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ
ഇവർക്ക് സ്മൂത്തായിട്ട് നടത്തിക്കൂടെ, ഈ പ്രശ്നങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാലോ എന്നിവർ പറയും, എന്നിവർ പറയിപ്പിക്കും. ഒരു സാധാരണക്കാരനാണ്, അയാൾ ലോസ് ആഞ്ചലസിലാണ് ജീവിക്കുന്നത്, ഇവിടെ ഫുൾ കലാപം. അപ്പോൾ അയാൾ ചോദിക്കില്ല എന്തിനാണ് ഈ കലാപം. അപ്പോൾ ആൾക്കാർ പറയും അത് ഒരു AI ഒരു അഡോപ്റ്റേഷൻ നടത്തി ഗവൺമെൻറ്, പക്ഷെ അതിനെതിരെ എല്ലാവരും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അയാൾ ചോദിക്കും അങ്ങനെ എന്തിനാണ് വെച്ച്, അപ്പോൾ അതുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം സ്മൂത്തായിട്ട് നടക്കില്ലേ, എന്നാൽ പിന്നെ അത് ചെയ്തുകൂടെ എന്ന് പബ്ലിക്കിനെ കൊണ്ട് പറയിപ്പിക്കും. എല്ലാ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനാണ് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നത്. പിടികിട്ടിയോ? അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ മെക്സിക്കോ എന്നൊക്കെ പറയുന്നത് ഇവരുടെ അത്രയും അവിടുത്തെ പണിക്കാരാണ് ഇവരുടെ എല്ലാ പണിയും ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അവരൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, സെൻസിറ്റീവ് സബ്ജക്റ്റാണ് ആക്ച്വലി. അപ്പോൾ അതിനെ ഈ സെൻസിറ്റീവ് സബ്ജക്റ്റ് കാരണം അത് അവർക്കൊരു ബെനിഫിറ്റായിട്ട് മാറി. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഡാറ്റ സൈൻ ചെയ്തത് ശരിയാണ്, ഇത് ഓക്കെ ആണെന്ന് എല്ലാവരും കൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ ഇനി എന്താണ് ഇവരുടെ മാസ്റ്റർ പ്ലാൻ? എന്തെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവുമല്ലോ, കുറേ സോഫ്റ്റ്വെയറും ബോർഡ്സൊക്കെ ഉണ്ടാക്കിയത് പറഞ്ഞിട്ട് ഡീപ്പ് സ്റ്റേറ്റ് ആവുമോ, എന്താണ് നീ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഇവരുടെ ശരിയായ ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ചിന്താഗതി ഉണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലാവുന്നത്. നടന്ന സംഭവം കേട്ടോ, ഒരു തരി പോലും ഉണ്ടാക്കി പറയുന്നതല്ല. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇലക്ഷൻ സമയത്ത് ഈ 2024 ഡൊണാൾഡ് ട്രംപ് സർപ്രൈസ് ആയിട്ടാണ് വൈസ് പ്രസിഡൻറ്റിനെ പ്രഖ്യാപിച്ചത്. JD വാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായാണ്, ഒരു ചെറുപ്പക്കാരൻ, വലിയ വയസ്സൊന്നുമില്ല. പുള്ളീനെ ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു. ഒരാളും വിചാരിച്ചില്ല, ഒരാളും പ്രഡിക്റ്റ് ചെയ്തുമില്ല ഇങ്ങനെ ഒരാളായിരിക്കും വൈസ് പ്രസിഡൻ്റ് ആവാൻ. അമേരിക്കയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസ് പ്രസിഡൻ്റാണ് ഈ പ്രസിഡൻറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത പ്രസിഡൻ്റ് ആവാൻ രണ്ട് പ്രാവശ്യം ആവാൻ പറ്റുള്ളൂ. അടുത്തത് വാൻസ് ആയിരിക്കും പ്രസിഡൻസ് സ്ഥാനാർത്ഥി റിപ്പബ്ലിക്കൻ പാർട്ടിൻ്റെ. പിടിയിട്ടാ ട്രംപ് ഇപ്പം 4 കൊല്ലം, JD വാൻസിന് അടുത്തത് ഇപ്പോൾ ഒരു മര്യാദയ്ക്കൊക്കെ ആണെങ്കിൽ അടുത്ത 4 കൊല്ലം, പുള്ളിക്ക് ഇനിയും നിൽക്കാം, ഒന്നുകൂടി നിൽക്കാം, അപ്പോൾ 8 കൊല്ലം. അപ്പോൾ മൊത്തം ഒരു 12 കൊല്ലം ഇവർ അങ്ങോട്ട് സെറ്റിൽ ചെയ്തു. പിടിയിട്ടാ. അപ്പോൾ ഇതിപ്പോൾ എന്താ ബന്ധം, JD വാൻസ് എന്താ പീറ്റർ തീലായിട്ട് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JD വാൻസിൻ്റെ ഫണ്ട് ചെയ്തത് ആരാണ്? ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, ഗൂഗിളോ ChatGPT എന്ത് വേണം ചെയ്തോ. ഹൂ ഈസ് എ മെയിൻ ഫണ്ടർ അല്ലെങ്കിൽ മെയിൻ സപ്പോർട്ടർ ഓക്കെ ഓഫ് JD വാൻസ്? ടെക്നോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് JD വാൻസ് വരുന്നത്. ഓക്കെ, ഈ VC എന്ന് പറയില്ലേ, അപ്പോൾ അതുപോലത്തെ ഒരാളാണ്. JD വാൻസിൻ്റെ മെൻറ്ററും JD വാൻസിൻ്റെ ഈ പൊളിറ്റിക്കൽ ഒരു കരിയറിൻ്റെ മെയിൻ ഫണ്ടർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് പീറ്റർ തീൽ. ഇറ്റ്സ് വെൽ പബ്ലിഷ്ഡ് ആൻഡ് വെൽ നോൺ നോളേജാണ്, എല്ലാവർക്കും അറിയാത്. ഓക്കെ, ട്രംപിനും ഓൾറെഡി പുള്ളി കുറേ മില്യൺസ് ഓഫ് ഡോളേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇയാൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, അതായത് ദേ വാണ്ട് ടു കൺട്രോൾ ദ ഫ്യൂച്ചർ. അവർ ഇത്ര കാലം ഇതൊക്കെ ചിലപ്പോൾ സൈലൻ്റായിട്ട് ഈ പുറത്തൊന്നും അറിയാതെ ആയിരിക്കും ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ദേ ആർ വെരി പബ്ലിക്. അവർക്ക് ഒരാളിനും ഒരു പേടിയില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ ഓൺ ദ ഫേസ്. ഞാൻ ആദ്യം പറഞ്ഞത് അത് അവർക്ക് ഇപ്പോൾ അത്രയും ധൈര്യം അവരുടെ കയ്യിലുണ്ട്. ഇനിയും പല ആൾക്കാരും പറയും ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, പക്ഷെ അത് ആരാണെന്ന് നമുക്കറിയില്ല, അതിങ്ങനെ ഈ ഇരുട്ടിൻ്റെ മറയിൽ നിൽക്കുന്ന കുറച്ച് പേര് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. പക്ഷെ ദേ ആർ നോട്ട് സീയിങ് ദ ഹോൾ പിക്ചർ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ഇവരെല്ലാവരും ഡീപ്പ് സ്റ്റേറ്റ് ആണ് എന്നല്ല, ബട്ട് യു ക്യാൻ ആ ഒരു പാറ്റേൺ റെക്കഗ്നീഷൻ ഇവർ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കുക, ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ